ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ബൂസ്റ്ററിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദ വേർഡ് ഫോർ കളക്ഷൻ ഓഫ് ഷിപ്പ്, അതായത് നമ്മുടെ കളക്റ്റീവ് നൗൺസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കളക്ഷൻ ഓഫ് ഷിപ്പ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കളക്ഷൻ ഓഫ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പാക്ക്, ക്ലസ്റ്റർ, ഫ്ലീറ്റ്, ഗ്രൂപ്പ്. ഏതാണ്? കളക്ഷൻ ഓഫ് ഷിപ്പ്, കപ്പലുകളുടെ കൂട്ടത്തെ പറയുന്നത് ഫ്ലീറ്റ് ആണ്. ഫ്ലീറ്റിന് കളക്ഷൻ ഓഫ് ഷിപ്പാണ് എന്ത്? ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയും. എങ്കിൽ ആൻറ്റിൻ്റെ കൂട്ടത്തിന് എന്താ പറയുന്നത്? ആൻഡ് ആണെങ്കിൽ എന്താണ്? ആർമി ഓഫ് ആൻസ്, അങ്ങനെയാണ് പറയുന്നത്, ആർമി ഓഫ് ആൻസ്. അതേപോലെ ബഞ്ച് ഓഫ് കീയുടെ ഒരു കൂട്ടമാണ് എന്ത് പറയുന്നത്? ബഞ്ച് ഓഫ് കീസ് എന്ന് പറയുന്നത്. ഇനി ബാൻഡ് ഓഫ് എന്തായിരിക്കും? മ്യൂസീഷ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. അതേപോലെ ഫ്ലവേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ബൊക്കയുടെ സ്പെല്ലിങ് പഠിക്കണം. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളാണെങ്കിൽ പൂക്കളുടെ കൂട്ടത്തിൽ പറയുന്നത് ബൊക്കെ എന്നാണ്. അതേപോലെ ബേർഡ്സ് ആണെങ്കിൽ എന്താ പറയുന്നത്? ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ്? ആർമി ഓഫ് ആൻ, ബഞ്ച് ഓഫ് കീസ്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. കളക്ഷൻ ഓഫ് ഷിപ്പ് ആണെങ്കിൽ എന്താണ്? ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കില്ലിങ് വൺസ് ബ്രദർ, അതായത് സ്വന്തം ബ്രദറിനെ കൊല്ലുന്നതിന് എന്താ പറയുന്നത്? മാട്രിസൈഡ് എന്തായിരിക്കും? കില്ലിങ് വൺസ് മദർ, അമ്മയെ കൊല്ലുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാട്രിസൈഡ് എന്ന് പറയുന്നത്. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിങ് വൺസ് ഫാദർ. പാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഇത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫാദർ എന്നാണ്. അപ്പോൾ കില്ലിങ് വൺസ് ഫാദർ ആണെങ്കിൽ പാട്രിസൈഡ്. ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിങ് വൺസ് ബ്രദർ. അപ്പോൾ ബ്രദറിനെ കൊല്ലുന്നതിന് എന്താ പറയുന്നത്? ഫ്രാട്രിസൈഡ്. പെസ്റ്റിസൈഡ് അല്ല അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താണ്? കില്ലിങ് വൺസ് ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാട്രിസൈഡ്. ഇനി മദർ ഫാദർ പറഞ്ഞു. ഇനി വൈഫാണെങ്കിൽ ഒരു ആളുടെ വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരെന്താണ്? ഉക്സോറിസൈഡ് എന്ന് പറയും. ഉക്സോറിസൈഡ്. ഇതെല്ലാം PSCക്ക് ഇതിന് മുന്നേ പല തവണകൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ അതായത് ഇൻഫൻസ് കുഞ്ഞുങ്ങൾ ജനിച്ചൊരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് നിയോനാറ്റിസൈഡ് എന്ന് പറയും. അപ്പോൾ അമ്മയെ മദർ ആണെങ്കിൽ മാട്രിസൈഡ്, ഫാദർ ആണെങ്കിൽ പാട്രിസൈഡ്, ബ്രദർ ആണെങ്കിൽ ഫ്രാട്രിസൈഡ്, വൈഫ് ആണെങ്കിൽ ഉക്സോറിസൈഡ്, അതേപോലെ ഇൻഫൻസ് ആണെങ്കിൽ എന്താണ്? നിയോനാറ്റിസൈഡ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഹൂ ബിറ്റ്വീൻ 80 ആൻഡ് 19 ഇയേഴ്സ് ഓഫ് ഏജ്. 80നും ശരിക്കും ഇത് 89 വരെയാണ് പറയുന്നത്. 80നും 89നും ഇടയ്ക്കുള്ളവരെ എന്ത് പറയുന്നത് പേരാണ്? ഒക്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒക്ട എന്ന് പറഞ്ഞാൽ 8 ഒക്ടഗൺ. നണ്ണഗൻ എന്താണ്? എന്താണ്? 9. ഡെക്കഗൺ എന്താണ്? 10. പിന്നെന്താണ് പറയുന്നത്? ഹെക്സ് എന്ന് പറയുമ്പോൾ 6. അതേപോലെ ഹെപ്റ്റ് ആണെങ്കിൽ 7 എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 80 മുതൽ 89 ഏതായിരിക്കും? അപ്പോൾ ഒക്ടോജനേറിയൻ. ഇതാണ് 80 മുതൽ 89 വരെയുള്ളത്. എന്തായിരിക്കും സെപ്റ്റോജനേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെന്ന് പറയുന്നത് 70 മുതൽ 79 വയസ്സ് വരെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ്. എന്താണ് നണ്ണജനേറിയൻ എന്ന് പറഞ്ഞാൽ? ഇതെന്ന് പറയുന്നത് 90 മുതൽ 99 വരെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ്. എന്താണ് സെൻറ്റിനേറിയൻ എന്ന് പറഞ്ഞാൽ? 100ൽ കൂടുതൽ ഏജുള്ളവരെ പറയുന്ന പേരാണ് സെൻറ്റിനേറിയൻ. അപ്പോൾ ഒക്ടോജനേറിയൻ എന്ന് പറഞ്ഞാൽ 80 to 89. അതേപോലെ സെപ്റ്റോജനേറിയൻ എന്ന് പറഞ്ഞാൽ 70 to 79. നണ്ണോജനേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 to 99. സെൻറ്റിനേറിയൻ എന്ന് പറഞ്ഞാൽ 100 വയസ്സിൽ കൂടുതലുള്ളവരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൻറ്റോണിം ഓഫ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻറ്റോണിമാണ്, ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ? വിനയം. അതിനെയാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായത്, മനുഷ്യത്വമില്ലാത്തതെന്നൊക്കെ പറയും. ലവ് നമുക്കറിയാം. കൺസേൺ എന്താണ്? കൺസീറ്റ് എന്ന് പറയുന്നത് അഹന്തയാണ്. അഹന്ത.
നോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വികൃതി. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്ന ഏതാണ്? ഹ്യൂമിലിറ്റിയുടെ ആൻറ്റോണിമായിട്ട് വിനയം. വിനയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അഹന്ത. സോ കൺസീറ്റ് ആണ് എന്ന് വരുന്നത്. ഹ്യൂമിലിറ്റി എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് കൺസീറ്റ്. സിനോണിം ഓഫ് ഡിമിനിഷിൻ്റെ സിനോണിം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിനോണിം, അതിൽ 2 ആൻറ്റോണിം 2 സിനോണിമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ സിനോണിം ഓഫ് ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ, ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെന്താ? കുറയ്ക്കുക, ഡിമിനിഷ് ചെയ്യുക എന്നുള്ള മീനിങ്. ഗ്രോ എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തുക. ഇൻക്രീസ്, കൂട്ടുക. റെഡ്യൂസ് ചെയ്യുക എന്താണ്? കുറയ്ക്കുക. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതി ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിമിനിഷിൻ്റെ സിനോണിമായിട്ട് എന്താ ഇവിടെ വരുന്നത്? റെഡ്യൂസ്. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? പപ്പു എവിടെത്തെയാണ്? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓടയിൽ നിന്ന് ആരുടെയാണ്? പി കേശവദേവിൻ്റെ ഓടയിൽ നിന്നിലെ പ്രധാന കഥാപാത്രമാണ് ആര്? പപ്പു എന്ന് പറയുന്നത്. ഇനി ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും രണ്ടും ആരുടെ കൃതികളാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ ശ്രീധരൻ, അതേപോലെ പറങ്കോടൻ. ഇവരൊക്കെ ആരാണ്? പറങ്കോടൻ. ഇതൊക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലെയാണ്. ഒരു തെരുവിൻ്റെ കഥയിലാണെങ്കിലുള്ള കഥാപാത്രമാണ് ഓമഞ്ചി എന്ന് പറയുന്നത് തെരുവിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. അതേപോലെ ഒരു കഥാപാത്രമാണ് മല്ലൻ ഏതാണ്? പി വത്സലയുടെ നെല്ലിലെ കഥാപാത്രമാണ് ആര്? മല്ലൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ, രാമചന്ദ്രവിലാസം, ഒരു വിലാപം, വാസനാവികൃതി. ചരിത്ര നോവൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് ചരിത്ര നോവൽ. അപ്പോൾ എന്താണ് രാമചന്ദ്രവിലാസം? ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. ഒരു വിലാപം എന്താണ്? ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം എന്ന് പറയുന്നത്. എന്താണ് വാസനാവികൃതി? ആദ്യത്തെ ചെറുകഥയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം, ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം, ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. ശരിയായ ജോഡി ഏത്? രോഗി രോഗിണി, യോഗി യോഗിനി, പ്രസാദകൻ പ്രസാദകി, ദാതാവ് ദാതാവിനി. ഏതാണ്? യോഗി യോഗിനി. ഇതാണ് ശരിയായ പദം. യോഗി യോഗിനി. അപ്പോൾ രോഗിയുടേത് എന്തായിരിക്കും? രോഗിയുടെ ശരിയായ പദം എന്ന് പറയുന്നത് രോഗിണിയാണ്. രോഗിണി. അതേപോലെ പ്രസാദകനാണെങ്കിൽ എന്താണ്? പ്രസാദികയാണ്. പ്രസാദകിയല്ല, പ്രസാദികയാണ്. ദാതാവിൻ്റെ സ്ത്രീലിംഗം എന്തായിരിക്കും? ധാത്രി. ദാതാവിൻ്റെത് ധാത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നഖടം എന്നതിൻ്റെ അർത്ഥം എന്ത്? നഖടം എന്നതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മൂക്ക്, ഭൂമി, ജലം, ഒട്ടകം. മൂക്ക്. നഖടം എന്നാൽ എന്താണ്? മൂക്കാണ്. അതേപോലെ ജലമാണെങ്കിൽ നമുക്കൊരു വെറൈറ്റി പേരാണ് എന്താ? നീചകം എന്നാൽ ജലമാണ്. ധാത്രി എന്നാൽ ഭൂമിയാണ്. അതേപോലെ ധൂമ്രകമാണ് ആര്? ഒട്ടകം എന്ന് പറയുന്നത്. അപ്പോൾ നഖടം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് മൂക്ക്, ധാത്രിയാണെങ്കിൽ ഭൂമി, നീചകമാണെങ്കിൽ ജലം, ധൂമ്രകമാണെങ്കിൽ ഒട്ടകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര? ഘോഷയാത്ര, ജയയാത്ര, യാത്രാഘോഷം, ജൈത്രയാത്ര. ഏതാണ്? വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എപ്പോഴും ജൈത്രയാത്രയാണ്, വിജയഘോഷം. ഇനി കാവ്യത്തിന് വിഷയമായത്, നമ്മൾ കാവ്യത്തിന് എടുക്കുന്ന വിഷയത്തെ കാവ്യത്തിന് വിഷയമായത് എന്താണ് പറയുന്നത്? അതാണ് കവനവിഷയം. കവനവിഷയം എന്നാൽ എന്താണ്? കാവ്യത്തിന് വിഷയമായത്. അതേപോലെ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ് പറയുന്നത്? ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ഉണർന്നിരിക്കുക, സുഷുപ്തി. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ഓപ്പോസിറ്റ് പഠിച്ചതാണ്. പുരാണത്തെ സംബന്ധിച്ചത് എന്തായിരിക്കും? പൗരാണികം. പുരാതനം എന്നൊക്കെ പറഞ്ഞു തരും. പൗരാണികമാണ് എന്ത്? പുരാണത്തെ സംബന്ധിച്ചത്.
വിവാഹത്തെ സംബന്ധിച്ചത് എന്താണ്? വിവാഹത്തെ സംബന്ധിച്ചതാണ് വൈവാഹികം. വൈവാഹികമാണ് വിവാഹത്തെ സംബന്ധിച്ചത്. അപ്പോൾ കാവ്യത്തിന് വിഷയമായത് കവന വിഷയം, ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം, പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം, വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻ ആണെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാകും. അപ്പോൾ നമുക്കത് നിങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ജൂലൈ 6-ാം തീയതിയാണ് UP, ജൂലൈ 20-നാണ് LP, ജൂലൈ 27 ട്രിവാൻഡ്രത്ത് LDC തുടങ്ങുന്നു, ജൂലൈ 30-ന് ഖാദി ബോർഡ് LDC ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. LDC അല്ലാതെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്താ നമുക്ക് നല്ല സമയം കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം, എനിക്ക് എറണാകുളമാണ്, ഞങ്ങൾക്ക് ഒക്ടോബറിലാണ് എക്സാം. അതേപോലെ നല്ല സമയം കിട്ടുന്നുണ്ട്. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ LDC ഇപ്പോഴേ ഒരു 5 മാസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. നന്നായിട്ട് കട്ടയ്ക്ക് പഠിച്ച് കൂടെ കൂടിക്കും. നമുക്ക് ഇത്തവണത്തെ LDCയും LP UPയും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക്